ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു ഹോബിയാണ് വൺ ലൈൻസ് എഴുതുക എന്ന് പറയുന്നത്, തീമാറ്റിക് വൺ ലൈൻസ് എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് തീമാറ്റിക് വൺ ലൈൻസ്, ഒരു രസത്തിന് ഞാൻ എഴുതി വെച്ചിട്ടുള്ള വൺ ലൈൻസ് ഉണ്ട്. അതിലൊരെണ്ണമാണ് ഈ അടുത്ത കാലത്തിൻ്റെ വൺ ലൈൻ. അത് ഞാൻ 2008 വെറുതെ ഇരുന്ന് സ്ക്രിബിൾ ചെയ്തെടുത്തൊരു വൺ ലൈനാണ്. ഇത് ഞാൻ കാണുന്നത്, ഞാൻ ഈ റൂബിക്സ് ക്യൂബ് എന്നെ ഏറ്റവും ഫാസിനേറ്റ് ചെയ്തിട്ടുള്ള ചില ഒബ്ജക്ട്സിലൊരു സാധനമാണ് റൂബിക്സ് ക്യൂബ് എന്ന് പറയുന്നത്. റൂബിക്സ് ക്യൂബ് എനിക്ക് ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനൊരു 3 ലെഗ്സ് കഴിയുമ്പോൾ തന്നെ അത് ഉപേക്ഷിക്കുകയാണ് പതിവ്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു മോൻ ഈ റൂബിക്സ് ക്യൂബിനെ ഹാൻഡിൽ ചെയ്യുന്നൊരു രീതി ഒട്ടും തന്നെ ട്രെയിൻഡ് അല്ലാതെ റൂബിക്സ് ക്യൂബിനെ അതിൻ്റെ പ്ലേസസിൽ അതിൻ്റെ നിറങ്ങളെ അലൈൻ ചെയ്യുന്നൊരു രീതി കാണുമ്പോൾ അവന് യാതൊരു ട്രെയിനിങ്ങും ഇല്ല. അവന് ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതല്ല. നാച്ചുറലായിട്ട് ഗിഫ്റ്റഡ് ആയിട്ട് ഒരു സാധനത്തിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് ദൈവത്തിൻ്റെ ഹാൻഡ് പോലെ ഇരിക്കും അത് ചെയ്യുന്ന കാണുമ്പോൾ. അതിൻ്റെ ഒരു പേസിങ്ങും അതിനവൻ ദൂരെ പിടിക്കുന്നതും അടുത്ത് പിടിക്കുന്നതും. അപ്പോൾ ഈ ഒരു സംഭവം എന്നെ ഭയങ്കര ഫാസിനേറ്റ് ചെയ്തു. അപ്പോൾ അതിൽ ഓരോ കളേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ലൈഫിൽ കാണുന്ന, നമ്മുടെ ലൈഫ് തന്നെ റൂബിക്സ് ക്യൂബാണെന്നൊരു തോന്നലിൽ വരികയും ഇതിനെ ഞാൻ എൻ്റെ ഒരു സ്പെസിഫിക് മോമെൻറ്റിലുള്ള ഒരു ഡ്രമാറ്റിക് ഒരു പോയിൻ്റ് വെച്ചിട്ട് ഇതിനെ ലിങ്ക് ചെയ്യും. അങ്ങനെ ഉണ്ടായൊരു ഐഡിയ ആണ് ഈ അടുത്ത കാലത്ത്. അത് പിന്നെ സഡനായിട്ട് അത് ഫോം ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫുൾ ഒരു ഫോം എന്ന് പറയുന്ന ഉള്ളിൽ വരികയായിരുന്നു. അത് അങ്ങനെ ഉണ്ടായൊരു സാധനമാണ്. അരുൺ എന്നെ കാണാൻ വരുന്നത് അരുണിൻ്റെ അടുത്ത പടത്തിലൊരു മെയിൻ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ റെഡിയായിരുന്നു. അപ്പോൾ അരുൺ വീട്ടിൽ വന്ന് കാണുമ്പോൾ അരുൺ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ ഐഡിയാസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഓൺലൈൻസ് ഉണ്ടെങ്കിൽ ഉണ്ടോ, ജസ്റ്റ് ഓൺലൈൻസ് എഴുതിയിട്ട് വരുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഇത് ഉള്ള ഒരു സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം എന്നുള്ള നിലയിൽ ഇതെടുത്ത് കാണിക്കുകയും ഇമ്മീഡിയറ്റ്ലി അദ്ദേഹം അത് വായിച്ചു നോക്കിയിട്ട് ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത ഫിലിം, ബാക്കിയെല്ലാം ദേ ക്യാൻ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് വളരെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇതിലോട്ട് കയറി അങ്ങനെ ഉണ്ടായ സ്ക്രിപ്റ്റുമാണിത്. അപ്പോൾ ഞാൻ അരുണിനോട് ചോദിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫിലിം രസിക്കാൻ അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സിനിമയാണ്. അപ്പോൾ ഞാൻ അരുണിനോട് ചോദിക്കുകയും ചെയ്തു, ഞാൻ തന്നെ ഇത് എഴുതണോ? അപ്പോൾ അരുൺ പറഞ്ഞു, നിങ്ങൾ തന്നെ എഴുതണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ തീം എടുത്തോ, നിങ്ങൾ വേറെ ആരെങ്കിലും സ്ക്രിപ്റ്റ് എഴുതിച്ചോ, കോൺഫിഡൻസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, എനിക്കറിയാം ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അരുൺ പറഞ്ഞില്ല, നിങ്ങൾ തന്നെ അത് എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ക്വസ്റ്റ്യൻ 3 തവണ ചോദിക്കാം, 3 തവണയും ഞാൻ തന്നെ എഴുതണം എന്നാണ് ഉത്തരമെങ്കിൽ ഞാൻ എഴുതാം. എന്നിട്ട് ഞാൻ ചോദിച്ചു, 1 ഞാനിത് എഴുതണോ? അപ്പോൾ ചെയ്യണം, എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെ 2 തവണ കൂടെ ആവർത്തിച്ചു. അപ്പോഴും ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ടേൺ അറൗണ്ടാണ് എൻ്റെ കരിയറിൽ. ഞാൻ എഴുതുന്ന സ്ക്രീൻ പ്ലേസിൽ അതിൻ്റെ മ്യൂസിക്കൽ കണ്ടൻറ്റ് എങ്ങനെ ഇരിക്കണമെന്ന് എനിക്ക് വ്യക്തമായൊരു ധാരണയുള്ള ആളാണ്. അരുണിന് അതുപോലെ തന്നെ വളരെ വ്യക്തിപരമായ ധാരണ ഉള്ള ഒരാളാണ് അരുൺ. അപ്പോൾ നമ്മൾ തമ്മിലുള്ളൊരു സിങ്ക് എന്ന് പറയുന്നത്, അരുണിൻ്റെ ധാരണയും എൻ്റെ ധാരണയും യോജിക്കുന്ന ഒരുപാട് ഏരിയാസുണ്ട്, കുറച്ച് ഏരിയാസിൽ യോജിക്കില്ല. അപ്പോൾ അതിലൊരു ഏകദേശം ഒരു സമവായം ഉള്ളതുകൊണ്ടാണ് അത് നടക്കുന്നത്. വ്യക്തമായ ധാരണകളുള്ള ആളാണ് ഞാനും അദ്ദേഹവും. രസികൻ എൻ്റെ കരിയറിലൊരു നാഴികക്കല്ല് തന്നെയാണ്. ഒരു സിനിമ വിജയമായാൽ, അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് എന്തായാലും, ഏത് അറ്റംപ്റ്റ് ആയാലും അതൊരു വിജയമായാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നാഴികക്കല്ലാവൂ എന്ന് പറയുന്ന ഒരു സങ്കല്പമേ തെറ്റാണ്. ഒരു പരാജയം വിജയത്തിനേക്കാൾ ചിലപ്പോൾ വലിയൊരു നാഴികക്കല്ലാവാം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാം ഒരു പരാജയം. രസികനിൽ ഞാനും ലാൽ ജോസും ഉദ്ദേശിച്ചത്, ഞങ്ങളൊരു സ്പൂഫാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ സ്പൂഫിംഗ് എന്ന് പറയുന്നത്, അതിനൊരു പാരലൽ മലയാളം ടേം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്പൂഫ് എന്ന് ഉപയോഗിക്കുന്നത്. സ്പൂഫിംഗ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ ട്രൈ ചെയ്യാത്തൊരു ഏരിയയാണ്. അപ്പോൾ ഒരു നടൻ്റെ ആരാധകൻ ക്രമേണ ആ നടൻ്റെ പേഴ്സണാലിറ്റിയും അയാൾ തിരശ്ശേരിയിൽ അവതരിപ്പിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ പേഴ്സണാലിറ്റിയിലോട്ട് മാറുന്ന ഒരവസ്ഥ എന്നുള്ളൊരു തീമായിരുന്നു അതിൻ്റെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതൊരുപാട് പാഠങ്ങൾ തന്നിട്ടുണ്ട് ആ സിനിമ. നമ്മൾ ഒരു ന്യൂനെസ് എങ്ങനെ ട്രൈ ചെയ്യാം, അതിന് എത്രത്തോളം എക്സ്പെരിമെൻ്റ് എത്രത്തോളം കൊണ്ടുവരാം, അതിൽ എത്രത്തോളം ചേരുവകൾ ഉണ്ടെങ്കിലേ ആ എക്സ്പെരിമെൻ്റ് വിജയിക്കുകയുള്ളൂ, അക്സെപ്റ്റഡ് ചേരുവകൾ ഉണ്ടെങ്കിലേ അത് വിജയിക്കുകയുള്ളൂ എന്നിങ്ങനെ ഒരുപാട് പാഠങ്ങൾ തന്നിട്ടുള്ള സിനിമയാണ് രസികൻ. ആ നിലയ്ക്ക് രസികൻ എനിക്ക് ഭയങ്കര ഒരു പാഠമാണ് രസികൻ. അത് ഈ അടുത്ത കാലത്ത് പോലെ തന്നെ ഒരു വളരെ പ്രഷ്യസ് മെമ്മറിയുമാണ്. കലയിൽ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയിലെല്ലാം ഒരു തരത്തിൽ പറഞ്ഞ യാദൃശ്ചികമാണ്. ഈ ടൈറ്റിൽ നമ്മൾ ഉദ്ദേശം, നമുക്കിതിനൊരു ഭയങ്കര ബൊമ്പാഡിങ് ആയിട്ടുള്ളൊരു പോംപസ് ആയിട്ടുള്ളൊരു ടൈറ്റിൽ വേണമെങ്കിൽ ഈ സിനിമയ്ക്ക് കൊടുക്കാം. കാരണം ഇതൊരു ന്യൂനെസ് ട്രൈ ചെയ്യുന്നൊരു സിനിമയാണ്, ന്യൂ നറേറ്റീവാണ്. ഇതിൻ്റെ ഒരു ഡ്രാമാറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ഡിഫറൻ്റാണ്. അപ്പോൾ അതിന് ഭയങ്കര ഒരു ബൊമ്പാസ്റ്റിക് ആയിട്ടുള്ളൊരു ടൈറ്റിൽ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ നമ്മൾ ഊഹിച്ചെന്ന് പറഞ്ഞാൽ ആ ടൈറ്റിലിൽ അങ്ങനെ ഒന്നും അതിൻ്റെ ശരിക്കുള്ള കണ്ടൻറ്റ് വരാതെ, കണ്ടൻറ്റിനെ കുറിച്ചൊരു ഇൻക്ലിങ് എന്ന് പറയുന്ന സാധനം കൊടുക്കാതെ, നമ്മൾ
ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ്, അതായത് ഈ സിനിമയിൽ നമ്മൾ ഇതിൽ കാണുന്ന ദൃശ്യങ്ങളുടെ കാണാപ്പുറങ്ങൾ കാണിക്കുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസിൻ്റെ ആണ് നമ്മൾ ടൈറ്റിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് നിന്ന് ആൾക്കാർ ഒരു ദിവസം പലതവണ പറയാറുണ്ട്. ഓരോ തവണ ഈ അടുത്ത കാലത്ത് പറയുമ്പോഴും ഇപ്പോൾ ആൾക്കാർ ഈ അടുത്ത കാലത്ത് നിന്ന് ഫ്രേസിനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് ഇതുകൊണ്ടായിരിക്കാം. മ്യൂസിക് എന്ന് പറയുന്നത് എല്ലാത്തിനും മ്യൂസിക് എന്ന് പറയുന്നത് എല്ലാ ആർട്ടിൻ്റെയും ബേസിൽ കിടക്കുന്ന ഒരു രൂപമാണ്, ഒരു കലാരൂപമാണ്. ദർ ഇസ് മ്യൂസിക് ഇൻ ആക്ടിങ്, ദർ ഇസ് മ്യൂസിക് ഇൻ റൈറ്റിംഗ്. അപ്പോൾ മ്യൂസിക് എന്ന് പറയുന്നത് വളരെ സെപ്പറേറ്റ് ആണ്. റൈറ്റിംഗ് മ്യൂസിക്കിൽ വരണമെന്നില്ല, ആക്ടിങ് മ്യൂസിക്കിൽ വരണമെന്നില്ല. പക്ഷേ മ്യൂസിക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും, അതുകൊണ്ടാണ് മ്യൂസിക്കലാണ് സിനിമ എന്ന് പറയുന്നത്. ഭയങ്കര സംഗീതാത്മകമായ സിനിമ എന്ന് ചില സംഗീതമേ ഇല്ലാത്ത സിനിമകളെക്കുറിച്ച് ആൾക്കാർ പറയുമല്ലോ. കാവ്യാത്മകമായ സിനിമ എന്ന് പറയും. അപ്പോൾ ഈ കവിതയും സംഗീതം എന്ന് പറഞ്ഞാൽ വളരെ പ്യുവറായിട്ടുള്ള ആർട്സാണ്. അപ്പോൾ അതിന് ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു തരവുമില്ല. എനിക്ക് പാളങ്ങൾ എന്നൊരു സിനിമയിൽ അച്ഛൻ അഭിനയിച്ച സിനിമയാണ്. അതിൽ ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ ഇന്നും നീ വന്നു എന്നൊരു പാട്ടുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. പിന്നെ ഈയിടെ ആയിട്ടൊരു സ്റ്റക്ക് സോങ് മനസ്സിലുണ്ട്. ഇപ്പോൾ അത് പോകുന്നില്ല. അതൊരു ഹിന്ദി സോങ്ങാണ്. പഴയ മമത എന്നൊരു സിനിമയിൽ 1966 ഉള്ളൊരു സിനിമയാണ്. അതിൽ ലതാ മങ്കേഷ്കർ പാടിയൊരു പാട്ടുണ്ട്, രഹേ ന രഹേ ഹം എന്ന് പറഞ്ഞിട്ട്. രഹേ ന രഹേ ഹം ഒരു പാട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഈ അടുത്ത കാലത്തായിട്ട് സ്റ്റക്കായിട്ട് കിടക്കുന്നൊരു സോങ്ങാണ്.